എല്ലാവർക്കും നമസ്കാരം. മോട്ടിവേഷൻ ക്ലാസ്സുകളിലും അതുപോലെ ബിസിനസ് ക്ലാസ്സുകളിലും ബിസിനസ് പ്രോഗ്രാമുകൾ, ട്രെയിനിങ് പ്രോഗ്രാമുകളുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. വളരെ പ്രാധാന്യപ്പെട്ട ഒരു വിഷയമായി നമ്മളെ പഠിപ്പിക്കുന്നതാണ് ലോ ഓഫ് അട്രാക്ഷൻ. ചിലരൊക്കെ അതിന് 20,000 30,000 ഫീസ് വാങ്ങുന്നുണ്ട് ലോ ഓഫ് അട്രാക്ഷൻ എന്ന ടോപ്പിക്ക് പഠിക്കാൻ വേണ്ടി മാത്രം. എന്നാൽ വളരെ സിമ്പിളായി ആ വിഷയങ്ങൾ പറഞ്ഞു തരുന്നവരുമുണ്ട്. പലരും മോട്ടിവേഷൻ ക്ലാസ്സുകളിൽ നിങ്ങൾ ഇമാജിൻ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും, നിങ്ങൾ വിചാരിക്കുന്നത് മുഴുവൻ നിങ്ങൾക്ക് കിട്ടും, നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത്, ഗാഢമായി ആഗ്രഹിക്കുന്നത് നിങ്ങൾക്ക് കിട്ടും എന്നൊക്കെ നമ്മൾ പറഞ്ഞ് പഠിപ്പിക്കാറുണ്ട്. അങ്ങനെ ആഗ്രഹിച്ചാൽ നമുക്ക് കിട്ടും. ആ കാര്യത്തിൽ യാതൊരു സംശയമില്ല. പക്ഷേ അങ്ങനെ ആഗ്രഹിക്കാത്തവരാണോ നമ്മൾ അത്തരത്തിൽ എല്ലാ തരത്തിലും ആഗ്രഹിക്കുന്നവർ തന്നെയാണ്, യാതൊരു സംശയമില്ല. അത്തരത്തിൽ തീവ്രമായി നമ്മൾ ആഗ്രഹിച്ചിട്ടും എന്തുകൊണ്ടാണ് ഈ ലോ ഓഫ് അട്രാക്ഷൻ എന്ന പരിപാടി നമ്മൾ വർക്കാകാത്തത്? ലോകത്തിൻ്റെ ഏത് കോണിൽ നമുക്ക് ആവശ്യപ്പെട്ട അല്ലെങ്കിൽ നമുക്ക് അർഹതപ്പെട്ട പണമോ അല്ലെങ്കിൽ സമ്പത്തോ ഇനി അല്ലെങ്കിൽ ബന്ധങ്ങളോ മറ്റോ എവിടെയാണ് ഉള്ളതെങ്കിലും നമുക്കത് ലഭ്യമാകും എന്നാണ് പറയുന്നത്. ലോ ഓഫ് അട്രാക്ഷൻ വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഒരു സ്ഥാപനം നടത്തുകയാണെന്നുണ്ടെങ്കിൽ, നമ്മളൊരു കച്ചവട സ്ഥാപനം നടത്തുകയാണെന്നുണ്ടെങ്കിൽ അവിടേക്ക് കസ്റ്റമേഴ്സിനെ ആകർഷിക്കാൻ കഴിയും എന്നാണ് പറയുന്നത്. അവിടെ നിന്ന് സാധനം വാങ്ങാം, മറ്റ് സ്ഥാപനങ്ങളിൽ പോകണ്ട, നമ്മുടെ സ്ഥാപനത്തിൽ തന്നെ വന്ന് സാധനങ്ങൾ വാങ്ങാമെന്ന് അവരോട് തോന്നിക്കുന്ന രീതിയിൽ നമുക്ക് കാര്യങ്ങൾ ചെയ്യാമെന്ന്, ഒരുമാതിരി ടെലിപ്പതി പോലെ അങ്ങനെ ചെയ്യാൻ കഴിയുമെന്നാണ് പറയുന്നത്. യഥാർത്ഥത്തിൽ സാധിക്കുമോ? സാധ്യമാണ് എന്നതാണ് സത്യം. എന്നിട്ടും ഈ 35,000 40,000 കൊടുത്ത് ലോ ഓഫ് അട്രാക്ഷൻ ക്ലാസ്സുകൾ പഠിച്ചിട്ടും 3-4 ദിവസങ്ങൾ ക്യാമ്പ് ചെയ്ത് അത് പ്രാക്ടീസ് ചെയ്തിട്ടും 30,000 40,000 രൂപ മുടക്കി ലോ ഓഫ് അട്രാക്ഷൻ ക്ലാസ്സുകൾ പഠിച്ചിട്ടും അത്തരത്തിലുള്ള ക്യാമ്പുകളിൽ പങ്കെടുത്തിട്ടും ദിവസങ്ങളോളം പ്രാക്ടീസ് ചെയ്തിട്ടും അതല്ലെങ്കിൽ അത്രത്തോളം പണം ചെലവാക്കിയിട്ടും എന്തുകൊണ്ടാണ് ലോ ഓഫ് അട്രാക്ഷൻ എന്നൊരു പരിപാടി നമ്മളിൽ വർക്കാകാത്തത്? നമുക്കിഷ്ടപ്പെട്ട, നമ്മൾ ആഗ്രഹിക്കുന്ന വസ്തുക്കൾ നമ്മളിലേക്ക് എത്തിച്ചേരാത്ത എന്തുകൊണ്ടാണ്? അതിനുള്ള ശത്രു നമ്മളിൽ തന്നെയാണ്. ഇത്തരത്തിൽ ക്ലാസ്സുകൾ എടുക്കുന്ന വ്യക്തികളും ഇത്തരത്തിൽ കോഴ്സുകൾ നടത്തുന്നവരും അങ്ങനെ കോടികൾ കൊയ്യുന്നവരും ആരും തന്നെ ഇതിൻ്റെ വസ്തുതകൾ നമുക്ക് പറഞ്ഞു തരാറില്ല. അതിൻ്റെ കാരണം, ആ വസ്തുത പറഞ്ഞു തന്നാൽ പിന്നീട് അവരുടെ കച്ചവടം നടക്കില്ല. എന്തിൻ്റെ ഒരു ബേസ് നമുക്ക് മനസ്സിലായി കഴിഞ്ഞാൽ, അടിസ്ഥാനപരമായി നമ്മുടെ മനസ്സിൽ മാറ്റേണ്ട ഒരു മാറ്റം, അത് മാറിക്കഴിഞ്ഞാൽ നമ്മളൊരു പുതിയ വ്യക്തിയായി മാറും. പിന്നെ സ്വാഭാവികമായും നമ്മൾ ആഗ്രഹിക്കുന്നതെല്ലാം നമുക്ക് ലഭിക്കും. അത് അങ്ങനെ ആഗ്രഹിക്കുന്നതെല്ലാം നമ്മളിലേക്ക് എത്തിച്ചേരുന്ന ഒരവസ്ഥയാണ് ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത്. സത്യത്തിൽ നമുക്കത് ലഭിക്കണമെന്നുണ്ടെങ്കിൽ എന്താണ് ബേസിക് ആയിട്ട് മാറ്റം വരുത്തേണ്ടത്? അഥവാ ഈ ട്രെയിനേഴ്സ് ഇത്രയധികം പൈസകൾ, 10,000 നമ്മളിൽ നിന്ന് ഫീസ് വാങ്ങുന്നവർ എന്താണ് നമുക്ക് പറഞ്ഞു തരാത്തത്? വളരെ സിമ്പിളായ ഒരു കാര്യമാണ് ഇമോഷണൽ മാനേജ്മെന്റ്. എന്താ ഈ ഇമോഷണൽ മാനേജ്മെന്റ് എന്ന് പറഞ്ഞൊരു വലിയ മഹാസംഭവമാണോ? ഒരിക്കലുമല്ല. ഒരു ചെറിയ സംഭവമാണ് ഇമോഷണൽ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. നിസ്സാരമായി നമുക്ക് പഠിച്ചെടുക്കാവുന്നതാണ്. ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടെങ്കിൽ ഈ ഒരു ഒറ്റ വീഡിയോ കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ പറഞ്ഞ ഇമോഷണൽ മാനേജ്മെന്റ് പൂർണ്ണമായിട്ടും പഠിക്കാം. അതിനുശേഷം നിങ്ങൾ ലോ ഓഫ് അട്രാക്ഷൻ പ്രാക്ടീസ് ചെയ്തോളൂ. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണൊക്കെ ഒന്ന് അമർത്തി വെച്ച് കഴിഞ്ഞാൽ, ഫേസ്ബുക്കിലാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ആ ഫേസ്ബുക്ക് ഒന്ന് ഫോളോ ചെയ്തിരുന്നാൽ നിങ്ങൾക്ക് ഇത് സംബന്ധിച്ചുള്ള മറ്റു വീഡിയോകൾ വരും. അധികം വൈകാതെ ലോ ഓഫ് അട്രാക്ഷനും മറ്റും എല്ലാം വീഡിയോകളായി തന്നെ ഇവിടെ തന്നെ വരും. അതെല്ലാം നിങ്ങൾക്ക് ലഭിക്കും. യാതൊരു പണച്ചെലവും ഇല്ലാതെ തന്നെ നിങ്ങൾ പഠിച്ചെടുക്കാം. ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ പഠിക്കുന്നത് ഇമോഷണൽ മാനേജ്മെന്റ് ആണ്. ഇമോഷണൽ മാനേജ്മെന്റിനെ കുറിച്ച് വല്ലാണ്ട് തല പോയിക്കേണ്ട. 4 ഇമോഷനുകൾ എങ്ങനെയാണ് നമ്മളിൽ വർക്ക് ചെയ്യുന്നത്, അതെങ്ങനെയാണ് നമ്മൾ നിയന്ത്രിക്കേണ്ടത് എന്നതിനെ കുറിച്ച് മാത്രം അറിഞ്ഞാൽ മതി. പിന്നെ നിങ്ങൾ പഠിക്കുന്ന ലോ ഓഫ് അട്രാക്ഷനുകൾ വർക്കായിക്കൊള്ളും. ഏറ്റവും ബേസിക് ആയിട്ടുള്ള 4 ഇമോഷനുകൾ, ഒരുപാട് ഇമോഷനുകളുണ്ട്. അതിൽ ഹാപ്പിനെസ്, സാഡ്നെസ്, ആങ്കർ, ഫിയർ, അതായത് സന്തോഷം, സങ്കടം, ദേഷ്യം, പേടി, ഈ 4 ഇമോഷനുകൾ മാത്രമാണ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും അധികം നമ്മൾ സ്വാധീനിക്കുന്നത്. ഇത് 4ഉം നമുക്ക് നിയന്ത്രിച്ച് കൊണ്ടുപോകാൻ കഴിയുമെന്നുണ്ടെങ്കിൽ, ഇത് 4ഉം എപ്പോഴൊക്കെ അനുഭവിക്കണമെന്ന് അല്ലെങ്കിൽ നമ്മൾ അനുഭവിച്ചറിയണമെന്ന് നമുക്ക് തീരുമാനിക്കാൻ കഴിയുമെങ്കിൽ, ഓരോന്നും ഓരോ സമയത്ത് എടുത്ത് ഉപയോഗിക്കാൻ നമുക്ക് കഴിയുമെങ്കിൽ നമ്മൾ വിജയിച്ചു. അത് പഠിപ്പിച്ചു തരാതെയാണ്, അല്ലെങ്കിൽ ഈ കാര്യം പഠിപ്പിച്ചു തരാതെ പഠിക്കുന്ന മറ്റ് എനർജി ക്ലാസ്സുകളോ അതല്ലെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ ലോ ഓഫ് അട്രാക്ഷനോ ത്രാടകയോ ടെലിപ്പതിയോ ഒന്നും തന്നെ യാതൊരു ഉപയോഗവുമില്ല. പണം വേസ്റ്റാണ്. അതുകൊണ്ട് ഇമോഷണൽ മാനേജ്മെന്റ് വളരെ വ്യക്തമായി മനസ്സിലാക്കാം. ആദ്യമായി നമ്മൾ പരിശോധിക്കുന്നത് ഹാപ്പിനെസ് ആണ്, അഥവാ സന്തോഷം. ഞാൻ പറയുന്ന അളവുകൾ കൃത്യമായ അളവുകളല്ല, മനസ്സിലാകാൻ വേണ്ടി സാങ്കല്പികമായി ചില അളവുകൾ പറയുന്നതേ ഉള്ളൂ. അതിൽ ആദ്യം ഹാപ്പിനെസ് നമ്മൾ എടുക്കുന്നു. ഒരു വ്യക്തിക്ക്
സങ്കടവും ദേഷ്യവും മറ്റൊന്നും ഇല്ലാതിരിക്കുന്ന ഒരവസ്ഥ, അല്ലെങ്കിൽ ഏറ്റവും അധികം ഒരു വ്യക്തി സന്തോഷിക്കുമ്പോൾ ഉള്ളൊരവസ്ഥ, ഒരു പൂർണ്ണാവസ്ഥ. അപ്പോൾ അദ്ദേഹത്തിന് 100% അദ്ദേഹത്തിന് ലഭിക്കുന്നത് ഹാപ്പിനെസ് ആണ്. ആ സമയത്ത് നമ്മുടെ ബോഡിയിലൊരു എന്തെങ്കിലും തരത്തിലുള്ള ഹോർമോണുകൾ ഫോം ചെയ്യുന്നു, അല്ലെങ്കിൽ ഹാപ്പിനെസ് ഹോർമോൺ ഫോം ചെയ്യുന്നു എന്ന് മനസ്സിലാക്കുക, ചിന്തിക്കുക, വെറുതെ ചിന്തിക്കുക. അങ്ങനെയാണെങ്കിൽ അത് എത്ര ശതമാനം ഉണ്ടാവും? ഒരു 25% എന്ന് കരുതിയാൽ മതി. അതേസമയം നമ്മൾ 100% നമ്മൾ സങ്കടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ആ സങ്കടപ്പെടുന്നതിന് ഒരു 50% നമുക്ക് കിട്ടുന്നത് സ്ട്രെസ് ഹോർമോണാണ്, അഥവാ അഡിനാലിൻ പോലെയുള്ള ഹോർമോണുകളാണ്. പിന്നെ നമ്മൾ ദേഷ്യപ്പെടുകയാണെന്നുണ്ടെങ്കിൽ, ഒരു വ്യക്തിയോട് നമ്മൾ ദേഷ്യപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ആ സമയത്ത് നമ്മുടെ ബോഡിയിൽ ഫോം ചെയ്യുന്നതും സ്ട്രെസ്സിന്റെ ഹോർമോൺ തന്നെയാണ്, ഏകദേശം 75%. പിന്നീട് നമുക്ക് പേടി ഉണ്ടാകുകയാണെന്നുണ്ടെങ്കിൽ 100% നമ്മുടെ സ്ട്രെസ് ഹോർമോൺ ഉണ്ടാകുന്നു. അപ്പോൾ ഹാപ്പിനെസ് 100% നമുക്ക് സന്തോഷമാണെന്നുണ്ടെങ്കിൽ നമ്മളിൽ ഫോം ചെയ്യുന്ന ഹോർമോൺ എന്ന് പറയുന്നത് ഹാപ്പിനെസ് ഹോർമോൺ വെറും 25% ആയിട്ട് കൂട്ടിയാൽ മതി. ഇനി നിങ്ങൾ കണക്കൂട്ടി നോക്കൂ. നമുക്ക് 1 കോടി രൂപ ലോട്ടറി അടിച്ചു, നമുക്ക് പരമാവധി കിട്ടുന്ന ഒരു സന്തോഷം ഹാപ്പിനെസ് ഹോർമോൺ എന്ന് പറഞ്ഞാൽ 25%. അതേസമയം നമുക്ക് അപ്പോൾ തന്നെ നമുക്ക് എന്തെങ്കിലും ഒന്ന് നഷ്ടപ്പെട്ടു, ഉടനെ നമുക്ക് സങ്കടം തോന്നി. ആ സങ്കടം തോന്നുന്ന സമയത്ത് 50% സ്ട്രെസ് കയറി വന്നു. അപ്പോൾ 25% ഹാപ്പിനെസ് ഹോർമോണും വന്നു, 50% സ്ട്രെസ് ഹോർമോണും കൂടെ വരുമ്പോൾ രണ്ടും കൂടെ കൂട്ടിക്കിടിച്ചു കഴിഞ്ഞാൽ അവിടെ ബാക്കി വരുന്നത് സ്ട്രെസ്സാണ്. ഇതേപോലെ തന്നെയാണ് ദേഷ്യം. നമ്മൾ ദേഷ്യപ്പെടുന്ന സമയത്ത് 75% സ്ട്രെസ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചു. പിന്നെ നമ്മൾ 100% സന്തോഷിക്കുന്ന മറ്റൊരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ ഈ സന്തോഷവും ഈ ദേഷ്യവും കൂടെ കൂട്ടിക്കിടിക്കുമ്പോൾ 50%-ഓളം അവിടെ സ്ട്രെസ് ബാക്കി വരികയാണ്. അപ്പോൾ ഈ രീതിയിലാണ്. ഫിയർ ആയാലും അങ്ങനെ തന്നെ. പേടിയുള്ള സമയത്ത് നമുക്ക് പരീക്ഷാ പേടിയൊക്കെ അങ്ങനെയാണ് ഉണ്ടാകുന്നത്. പരീക്ഷ നമ്മൾ തോക്കോ മറക്കോ എന്ന് ചിന്തിച്ചിരിക്കുമ്പോൾ നേരത്തെ പഠിച്ചതുകൂടി മറന്നു പോകുന്നൊരവസ്ഥ വരികയാണ്. ഇതാണ് സത്യത്തിൽ എക്സാം ഫിയർ എന്ന് ഉണ്ടാകാനുള്ള പ്രധാന കാരണം. ഇത് പറഞ്ഞു കൊടുക്കൂല പലരും. യഥാർത്ഥത്തിൽ എക്സാം ഫിയർ ഒന്നും ഇല്ല, പേടിയുണ്ട് ഒരു കാര്യവുമില്ല എന്ന് മനസ്സിലാക്കിയാൽ മതി. ഇമോഷണൽ മാനേജ്മെന്റ് പഠിപ്പിച്ചു കൊടുത്താൽ മതി. ഇനി നമ്മളിത് ജീവിതത്തിൽ എങ്ങനെയാണ് അപ്ലൈ ആവുന്നത് നോക്കാം. ഹാപ്പിനെസ് ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാൾ എല്ലാ വ്യക്തികളുമായി നല്ല രീതിയിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്നു, എല്ലാ വ്യക്തികളുമായി നല്ല ബന്ധം സൂക്ഷിക്കുന്നു, മറ്റുള്ളവരെല്ലാം അദ്ദേഹത്തോട് നല്ല രീതിയിൽ പെരുമാറുന്നു, എല്ലാവരും സ്നേഹത്തോടെ പെരുമാറുന്നു, സ്വാഭാവികമായും നല്ലൊരു അന്തരീക്ഷമായിരിക്കും. അങ്ങനെ വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിൽ ഹാപ്പിനെസ് ഹോർമോൺ ആയിരിക്കും ഫോം ചെയ്തു വരുന്നത്. എന്നാൽ മറ്റൊരു വ്യക്തിക്ക് നഷ്ടപ്പെട്ടതിനെ കുറിച്ചോർത്ത് സങ്കടം മാത്രമേ പറയാനുള്ളൂ. ആരോടും എനിക്കതില്ല, എനിക്കിതില്ല, മറ്റതില്ല, മറിച്ചതില്ല, ഇങ്ങനെ പായാരം പറഞ്ഞ് സങ്കടം പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ഒരു കാലത്തും രക്ഷപ്പെടാൻ പോകുന്നില്ല. അതുപോലെ തന്നെ നമ്മൾ മറ്റുള്ളവരെ കുറിച്ചുള്ള ദേഷ്യം, വെറുതെ ദേഷ്യപ്പെടുകയാണ്. ആരെങ്കിലും നമുക്ക് പണം തരാനുണ്ടെന്ന് കരുതിക്കൊള്ളൂ, ആ പണം തരാനുള്ള വ്യക്തി നമുക്ക് പണം തരാനുണ്ട് എന്നുള്ളത് സത്യം തന്നെയാണ്. നമുക്ക് വേണമെങ്കിൽ അദ്ദേഹത്തെ കാണുന്ന സമയത്ത് പിടിച്ച് 2 പൊട്ടിക്കാം, അതല്ല എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് തെറി വിളിക്കാം, എന്തും ചെയ്യാം. നമ്മൾ അവരോട് ദേഷ്യപ്പെടുന്നില്ല. ദേഷ്യപ്പെടാതെ നമുക്ക് പണം തരാത്തത് കൊണ്ട് നമ്മൾ അവരോട് ചൂടാകണം, സംഗതി ശരി. പക്ഷെ നമ്മുടെ മനസ്സിൽ അവരെ കുറിച്ച് യാതൊരു ദേഷ്യവും വെച്ച് പുലർത്താൻ പാടില്ല. നമ്മുടെ മനസ്സ് ശാന്തമാണെന്നുണ്ടെങ്കിൽ, മനസ്സിൻ്റെ ഉള്ളിൽ യാതൊരു ദേഷ്യവും ആരോടും ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഏത് രീതിയിൽ പെരുമാറുന്നതിനും കുഴപ്പമില്ല. ഇതാണ് ഇമോഷണൽ മാനേജ്മെന്റ്. അതുപോലെ പേടി, നമ്മൾ എന്തിനാണ് പേടിക്കുന്നത്? പേടി കൊണ്ടൊരു കാര്യമില്ല. അപ്പോൾ ഇമോഷണൽ മാനേജ്മെന്റ് പ്രാക്ടീസ് ചെയ്യുന്ന വ്യക്തി ആദ്യം ചെയ്യേണ്ടത് മറ്റുള്ളവരോടുള്ള ദേഷ്യം, വിദ്വേഷം, പക, വെറുപ്പ്, ഇമാതിരിയുള്ള എല്ലാം എടുത്ത് കളയുക. ആരോടെങ്കിലും നമുക്ക് ദേഷ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മളോട് ആരെങ്കിലും മോശമായി പെരുമാറിയിട്ടുണ്ടെങ്കിൽ, നമ്മുടെ പണം കട്ടുകൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ജീവിതം നശിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, ഏതൊക്കെ രീതിയിൽ നമ്മുടെ എന്തെങ്കിലും രീതിയിലേക്ക് കാട്ടിയിട്ടുണ്ടെങ്കിൽ, നമ്മൾ അവരോടുള്ള ദേഷ്യം നമ്മുടെ മനസ്സിൽ കൊണ്ട് നടക്കുമ്പോൾ എന്താണ് കാര്യമുള്ളതെന്ന് ചിന്തിക്കൂ. ഒരു കാര്യമില്ല. നമ്മുടെ മനസ്സിൽ നിന്ന് അത് ഇറക്കിക്കളയുക. യൂസ്ഫുൾ ഓർ നോട്ട് എന്ന സിസ്റ്റം കൊണ്ടുവരിക. നമുക്ക് അവർ യൂസ്ഫുൾ അല്ല, ഒന്ന് അവരോട് സഹകരിക്കേണ്ട, അവരുമായിട്ട് മറ്റ് ഇടപാടുകൾ നടത്തേണ്ട, മറ്റ് യാതൊന്നും തന്നെ വേണ്ട. പക്ഷേ അവരെ കുറിച്ചുള്ള ദേഷ്യവും വിദ്വേഷവും പക നമ്മുടെ മനസ്സിൽ കൊണ്ട് നടക്കുകയും വേണ്ട. അവർക്കറിയില്ല അവരോട് നമുക്ക് ദേഷ്യം കൊണ്ട് നടക്കുന്നുണ്ട്, അതുപോലെ നമ്മൾ അവരോട് വിദ്വേഷം കൊണ്ട് നടക്കുന്നുണ്ട്, അതൊന്നും അവർക്കറിയില്ല. അതൊക്കെ നമ്മുടെ മനസ്സിലാണുള്ളത്. അതുകൊണ്ട് നമുക്കാണ് അപകടം ഉണ്ടാകുന്നത്. നമുക്ക് പണം തരാനുണ്ടെങ്കിൽ അത് വാങ്ങുക, അതിനുള്ള മാർഗങ്ങൾ നോക്കുക, മറ്റെന്തെങ്കിലും ഇടപാടുണ്ടെങ്കിൽ അത് അവസാനിപ്പിക്കുക. ഇതുപോലെ ഓരോന്നും. എന്തിനാണ് പേടിക്കുന്നത്? എന്തിനാണ് നമ്മൾ സങ്കടപ്പെട്ടിരിക്കുന്നത്? നമുക്ക് സങ്കടം സാമ്പത്തികമില്ല എന്ന് കരുതി നമ്മൾ സങ്കടപ്പെടുന്നു. സത്യത്തിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. നമുക്ക് കാണാനുള്ള കഴിവുണ്ട്, കേൾക്കാനുള്ള കഴിവുണ്ട്, സംസാരിക്കാനുള്ള കഴിവുണ്ട്, മറ്റു രോഗങ്ങളൊന്നുമില്ല, ഒരാളുടെ ആശ്രയത്തിൽ ഇരിക്കേണ്ട ഒരു ആവശ്യമില്ല. നമ്മൾ രോഗസ്ഥനായി കിടക്കുന്ന ഒരു അവസ്ഥയിലായിരുന്നെങ്കിലോ?
നമുക്ക് കാണാൻ കഴിയുമായിരുന്നില്ലെങ്കിലോ, നമുക്ക് കേൾക്കാൻ കഴിയില്ലായിരുന്നെങ്കിലോ, നമുക്ക് മിണ്ടാൻ കഴിയില്ലായിരുന്നെങ്കിലോ നമ്മുടെ കാര്യം കൂടുതൽ പ്രശ്നമായി തീരൂലേ? മറ്റുള്ളവരുടെ സഹായത്തോടെ മാത്രം നമുക്ക് ജീവിക്കേണ്ട ഒരു സാഹചര്യം വന്നാലോ നമ്മൾ കുടുങ്ങിപ്പോകൂലേ? അത്തരത്തിലുള്ള ഒരു സാഹചര്യവും നമുക്കില്ലല്ലോ. അപ്പോൾ സ്വാഭാവികമായും ഈ പ്രകൃതിയിൽ നമുക്ക് അനുഗ്രഹിച്ച് തന്നിട്ടുള്ള അത്തരം അനുഗ്രഹങ്ങളെ മുഴുവൻ നമ്മുടെ മനസ്സിൽ വെച്ചുകൊണ്ട് ഓരോന്നോരോന്ന് നമ്മളൊരു കടലാസിൽ നിരത്തി എഴുതി സന്തോഷിച്ചൂടെ? നമുക്ക് കിട്ടിയിട്ടുള്ള അനുഗ്രഹങ്ങൾ, നമുക്കുള്ള കഴിവുകൾ അതെല്ലാം എഴുതി വെച്ചിട്ട് നമുക്ക് ഇല്ലാത്തത് കൂടെ എഴുതി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇല്ലാത്തത് വളരെ കുറവായിരിക്കും. അതായത് നമ്മൾ സങ്കടപ്പെടുന്നതും നമ്മൾ ദേഷ്യപ്പെടുന്നതും നമ്മൾ പേടിക്കുന്നതുമായ സംഗതികളെല്ലാം നമ്മൾ സന്തോഷിക്കുന്ന ലിസ്റ്റിനേക്കാൾ വളരെ കുറവായിരിക്കും എന്നതാണ് വസ്തുത. അപ്പോൾ ഇതാണ് വസ്തുത എന്നിരിക്കെ എന്തിനാണ് നമ്മൾ സന്തോഷിക്കാതിരിക്കുന്നത്? എന്തെല്ലാം മാർഗങ്ങളുണ്ട് നമുക്ക് സന്തോഷിക്കാൻ? അപ്പോൾ എൻ്റെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾ ഇപ്പോൾ തന്നെ തീരുമാനിക്കുക. നിങ്ങളുടെ ഭാര്യയാകാം, നിങ്ങളുടെ ഭർത്താവാകാം, ഒരുപക്ഷെ തമ്മിൽ പിരിഞ്ഞിരിക്കുന്നുണ്ടാകാം, നിങ്ങളുടെ സുഹൃത്തുക്കളാകാം, നിങ്ങൾ മറ്റാരെങ്കിലും ആയിരിക്കാം, ഒരുപക്ഷെ നിങ്ങളെ പറ്റിച്ചിട്ടുണ്ടാകാം, അതല്ലെങ്കിൽ നിങ്ങളെ മറ്റേതെങ്കിലും വിധത്തിൽ ദ്രോഹിച്ചവരാകാം. എന്തോ ആയിക്കോട്ടെ, ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഏതൊക്കെ വിധത്തിലാണെന്ന് നിങ്ങൾ തന്നെ ചിന്തിച്ചോളൂ. അവരോടുള്ള ദേഷ്യവും വിദ്വേഷവും പകയെല്ലാം ഈ നിമിഷം നിങ്ങൾ ഉപേക്ഷിക്കുക. അങ്ങനെയാണെങ്കിൽ ഈ നിമിഷം മുതൽ നിങ്ങൾ ലോ ഓഫ് അട്രാക്ഷൻ വർക്ക് ചെയ്ത് തുടങ്ങും. അതായത് നിങ്ങൾ ഹാപ്പിനെസ് മാത്രമേ നിങ്ങളുടെ മനസ്സിലുണ്ടാകാവൂ, മറ്റൊന്നും ഉണ്ടാകരുത്. മറ്റുള്ളവരുടെ ദേഷ്യം, വിദ്വേഷം, പക, വെറുപ്പ് ഇത് തീരുമ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങളിൽ നിന്ന് സങ്കടമാകുന്നു തുടങ്ങും. സങ്കടവും ദേഷ്യവും അകന്നു തുടങ്ങുമ്പോൾ പിന്നെ പേടിയും ആകുന്നു തുടങ്ങിക്കോളും. അത് സ്വാഭാവികമായിട്ട് ആ ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾ എത്തിക്കോളും. അപ്പോൾ നിങ്ങൾ പതിയെ സന്തോഷം അനുഭവിച്ചു തുടങ്ങും. അങ്ങനെ സന്തോഷം അനുഭവിച്ചു തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് കിട്ടാനുള്ള പണമൊക്കെ നിങ്ങൾ കിട്ടിത്തുടങ്ങും. നിങ്ങൾ ആഗ്രഹിക്കുന്നതൊക്കെ നിങ്ങളിലേക്ക് എത്തിത്തുടങ്ങും. അതായത് ലോ ഓഫ് അട്രാക്ഷൻ വർക്ക് ചെയ്ത് തുടങ്ങും. ലോ ഓഫ് അട്രാക്ഷൻ വർക്ക് ചെയ്യാത്തതിൻ്റെ കാരണം മനസ്സിലായില്ലേ? ഇപ്പോൾ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ മറ്റുള്ളവരോടുള്ള ദേഷ്യം, വിദ്വേഷം, പക, വെറുപ്പ് ഇത്യാദി കാര്യങ്ങൾ മനസ്സിൽ പതിച്ചു വച്ചിട്ടുള്ളതാണ് ഒന്നാമത്തെ പ്രശ്നം. അതങ്ങോട്ട് ഇറക്കി വെച്ചിട്ട് നമുക്ക് അവരോട് ദേഷ്യം വേണ്ട, വിദ്വേഷം വേണ്ട, പക വേണ്ട, ഒന്നും വേണ്ട. നമുക്ക് അവർ യൂസ്ഫുൾ അല്ല, നമ്മൾ അവരോട് മിണ്ടണ്ട, യാതൊരു പ്രശ്നമില്ല. അവരുടെ കാര്യത്തിന് ഇന്ന് പോകണ്ട, വരാൻ വേണ്ട. അവരെ കൂട്ടുകാരെ നമുക്ക് തടസ്സമാണെങ്കിൽ വേണ്ട, മിണ്ടണ്ട. പക്ഷേ അവരോട് നമ്മൾ ദേഷ്യം കൊണ്ട് നടക്കരുത്. അങ്ങനെ കൊണ്ട് നടന്നാലാണ് പ്രശ്നം. ഇനി നമ്മളൊരു കാവിൻ്റെ ഉള്ളിലൂടെ നടന്നു പോയി കാണാൻ കരുതിക്കോളൂ. ഒരു ക്ഷേത്രത്തിൻ്റെ അല്ലെങ്കിൽ ഒരു അമ്പലത്തിൻ്റെ അടുത്ത് വലിയൊരു കാവുണ്ടാവും. ആ കാവിൻ്റെ ഉള്ളിലൂടെ നമ്മൾ നടന്നു പോകുന്നു. രാത്രി 12 മണിക്കാണ് പോകുന്നത്. കാവിൻ്റെ മധ്യത്തിൽ എത്തിയപ്പോൾ അവിടെ ഒരു പ്ലാവ് ഉണ്ടായിരുന്നു. അതിലൊരു പഴുത്ത പഴഞ്ചക്ക നേരെ ഒന്ന് നമ്മുടെ മുന്നിൽ വീണു. ചക്ക വന്ന് പ്ലക്കയിൽ നമുക്ക് പൊട്ടിപ്പോയി. എന്താ സംഭവിക്കുക? ഒന്നുകിൽ നമ്മൾ ചെമ്പരത്തിപ്പൂ വെക്കും, അതല്ലെങ്കിൽ ബോധം കെട്ട് വീഴും. ഇതാണ് നമ്മുടെ അവസ്ഥ. അതായത് നമ്മൾ ബോധം കെട്ട് വീഴും, അല്ലെങ്കിൽ ഭ്രാന്തായി പോകും. ആ ഒരു പേടി നമ്മൾ കൊണ്ട് നടക്കുന്നത് കൊണ്ടാണ്. സത്യത്തിൽ എന്താണ് എന്ന് നോക്കി വാട്ട് ഈസ് നെക്സ്റ്റ് എന്ന് ചിന്തിക്കാൻ പഠിച്ചു കഴിഞ്ഞാൽ തീരാവുന്ന വിഷയമുള്ളൂ. പലപ്പോഴും നമ്മൾ ഏതെങ്കിലും ഒരു കടബാധ്യതയിൽ പെട്ടുപോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അതുപോലെ എന്തെങ്കിലും ഒരു കുരുക്കിൽ പെട്ടുപോയി കഴിഞ്ഞാൽ, നമ്മുടെ ആരെങ്കിലും മരണപ്പെട്ടു പോയി കഴിഞ്ഞാൽ, എന്തെങ്കിലും രോഗം വന്നു പോയി കഴിഞ്ഞാൽ, അങ്ങനെ എന്തെങ്കിലും ഒരു പ്രതിസന്ധി വന്നു കഴിഞ്ഞാൽ നമ്മൾ അതോടുകൂടി നമ്മുടെ ജീവിതം തകർന്നു എന്ന് ചിന്തിക്കുകയാണ് സാധാരണ പതിവ്. അങ്ങനെ തകർന്നു എന്ന് ചിന്തിക്കുന്നതിന് പകരം ഒന്ന് മാറ്റി ചിന്തിക്കൂ. വാട്ട് ഈസ് നെക്സ്റ്റ്? ഇനി ഞാൻ എന്ത് ചെയ്യണം, എന്ത് ചെയ്യും? അപ്പോൾ നമ്മൾ അതിനെ അതിജീവിക്കാനുള്ള ഒരു കാര്യം കിട്ടും. ഞാൻ അങ്ങനെയാണ് ചിന്തിക്കാറ്. എനിക്കും ഒരുപാട് പ്രതിസന്ധികൾ വന്നിട്ടുണ്ട്, ഒരുപാട് പ്രയാസങ്ങൾ വന്നിട്ടുണ്ട്, ഒരുപാട് ശത്രുതകൾ എനിക്ക് വന്നിട്ടുണ്ട്. ഇപ്പോഴും എനിക്കുണ്ട്. ഞാൻ പ്രവർത്തിക്കുന്ന മേഖലകളിൽ ഇഷ്ടപ്പെടാത്ത പലരും എൻ്റെ ശത്രുക്കളായി നിലകൊള്ളുന്നുണ്ട്. പക്ഷെ എനിക്ക് അവരോടൊന്നും യാതൊരു ശത്രുതയുമില്ല. അവർ എൻ്റെ അടുത്ത് നിന്നുകൊണ്ട് എന്നെ വളരെ മോശമായി ആക്ഷേപിച്ച് സംസാരിക്കുന്നത് ഞാൻ കേൾക്കുന്നുണ്ട്. എൻ്റെ അങ്ങാടിയിൽ ഇറങ്ങുമ്പോൾ എൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും നിന്നുകൊണ്ട് പലരും അത് വളരെ മോശമായി സംസാരിക്കുന്നത് ഞാൻ കേൾക്കാറുണ്ട്. പക്ഷെ ഞാനത് മൈൻഡ് ചെയ്യാറില്ല. എന്താ കാരണം എന്നറിയാം? യൂസ്ഫുൾ ഓർ നോട്ട്, എനിക്കത് യൂസ്ഫുൾ അല്ല, ഞാനത് എടുക്കാറില്ല. നമ്മൾ വഴിയെ നടന്നു പോകുന്നു, എന്തെല്ലാം നമ്മൾ കാണും. ഒന്ന് ആലോചിച്ച് നോക്കൂ. എന്തെല്ലാം നിലത്ത് വീണ് കിടക്കും. നമ്മളത് വല്ലതും എടുക്കാറുണ്ടോ? ചാണകം ഉണ്ടാവും, നായ്ക്കാട്ടം ഉണ്ടാകും, പലതും ഉണ്ടാവും. അതൊന്നും നമ്മൾ എടുത്തുകൊണ്ട് പോകില്ലല്ലോ. നമുക്ക് ആവശ്യമുള്ളത് മാത്രം എടുക്കാൻ നമ്മൾ പഠിച്ചാൽ മതി. അതായത് ഇത്തരത്തിലുള്ള പ്രതികരണങ്ങൾ നമുക്ക് ചുറ്റുമൊന്നും ഉണ്ടാകുമ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ അത് നമുക്ക് ഉപയോഗമില്ലാത്തതാണ്, നമുക്ക് ആവശ്യമില്ലാത്തതാണ്. നമ്മളത് എടുത്ത് നമ്മുടെ തലയിൽ വെക്കണ്ട. അതായത് നമുക്ക് ആവശ്യമില്ലാത്ത സാധനങ്ങൾ നമ്മുടെ തലമണ്ടയിൽ എടുത്ത് നമ്മൾ കയറ്റി വെക്കുന്നത് കൊണ്ടാണ് നമുക്ക് ഈ പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഉണ്ടാകുന്നത്, അല്ലാതെ വേറൊന്നും കൊണ്ടല്ല. അപ്പോൾ നമ്മുടെ ഒരാൾ അപ്പുറത്ത് നിന്നുകൊണ്ട് നമ്മൾ തെറി വിളിക്കുന്നുണ്ടെങ്കിൽ ആ തെറി നമുക്ക് ആവശ്യമില്ലെന്നേ. അതുപോലെ ഇപ്പുറത്ത് നിന്നൊരാൾ മോശമായി പറയുന്നുണ്ടെങ്കിൽ, ഇപ്പം ഞാനൊരു പൊളിറ്റിക്കൽ പാർട്ടിയിൽ പ്രവർത്തിക്കുന്നു, തൊട്ടപ്പുറത്ത് നിന്നുകൊണ്ട് ആ പാർട്ടി ഇഷ്ടമില്ലാത്തവർ എന്നെ കള്ളനെന്നും കൊള്ളക്കാരനെന്നും വിളിക്കുന്നത് ഞാൻ എൻ്റെ ചെവി കൊണ്ട് കേട്ടിട്ടുണ്ട്. 2 ദിവസം മുമ്പ് നടന്ന സംഭവമാണ്. പക്ഷെ ഞാനത് മൈൻഡ് ചെയ്തിട്ടില്ല. എനിക്കത് ആവശ്യമില്ല. ഞാൻ കേട്ട് ആരാണെന്ന് പോലും ഞാൻ നോക്കിയില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുമായി എനിക്ക് നാളെ സംസാരിക്കാൻ ഒന്നും ഒരു തടസ്സമാകരുത്, അത്രയേ ഉള്ളൂ. അതായത് നമ്മൾ ഒരു കാര്യം തീരുമാനിച്ച് ഉറപ്പിക്കുമ്പോൾ
മറ്റുള്ളവരോടുള്ള ദേഷ്യം, വിദ്വേഷം, വെറുപ്പ്, പക ഇതൊക്കെ ആദ്യം എടുത്തു കളയാൻ പരിശീലിക്കുമ്പോൾ ഏതെടുക്കണം ഏതെടുക്കണ്ട എന്നതുകൂടി ഒന്ന് പരിശീലിക്കണം. അതിനെയാണ് യൂസ്ഫുൾ ഓർ നോട്ട് എന്ന് പറയുന്നത്. നമുക്ക് ഗുണമുള്ളതാണോ നമ്മൾ എടുത്തു വെക്കുക. ഒരു മദ്യപാനിയുണ്ട്, അല്ലെങ്കിൽ നാട്ടിൽ അതുപോലെ മറ്റൊരാളുണ്ട്. അയാളിൽ നമ്മൾ ഒരുപാട് മോശം കാണുന്നുണ്ടാകാം. പക്ഷെ ഏതെങ്കിലും ഒരു നന്മ നമുക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാകും. നമ്മൾ അതെടുത്താൽ മതി. ബാക്കിയുള്ള കാര്യം നമ്മൾ എടുക്കണ്ട. അയാളുടെ കള്ളുകൂടി നമ്മൾ എടുക്കണ്ട, അയാളുടെ ചീട്ടുകൾ നമ്മൾ എടുക്കണ്ട, അയാളുടെ മറ്റേ ബന്ധങ്ങൾ നമ്മൾ എടുക്കണ്ട, അവരുടെ സുഹൃത്തുക്കൾ നമ്മൾ എടുക്കണ്ട, അങ്ങനെ യാതൊന്നും എടുക്കണ്ട. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ രണ്ട് കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ ശീലിച്ചു കഴിഞ്ഞാൽ ലോ ഓഫ് അട്രാക്ഷൻ എന്നല്ല, എന്തും വർക്ക് ചെയ്യാൻ പറ്റും, എന്തും ചെയ്യാൻ പറ്റും, നമുക്ക് വിജയിക്കാൻ പറ്റും, ജീവിതത്തിൽ ഏതറ്റം വരെ പോകാൻ പറ്റും, ആഗ്രഹിക്കുന്നതൊക്കെ കിട്ടുകയും ചെയ്യും. അതിലൊന്നാണ് ഇമോഷണൽ മാനേജ്മെൻറ്റ്. എപ്പോഴും സന്തോഷിക്കാൻ, നമുക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ, നമുക്കുള്ള കഴിവുകൾ, അത് എത്ര ചെറുതോ ആയിക്കോട്ടെ, അതിനൊക്കെ മാർക്കിട്ടിട്ടും പരമാവധി സന്തോഷിക്കാൻ നമ്മൾ പഠിക്കുക. രണ്ടാമത്തത്, നമുക്ക് ആവശ്യമുള്ളത് മാത്രം നമ്മൾ എടുക്കുക. ഒരാൾ നമ്മളെ തെറി വിളിക്കുമ്പോൾ നമുക്കത് വേണ്ട. നിങ്ങൾ നോക്കൂ, എൻ്റെ ഫേസ്ബുക്ക് പേജുകളിൽ നിങ്ങൾ നോക്കൂ, എത്ര ആൾക്കാർ വന്നെന്നെ തെറി വിളിക്കുന്നു. അതുപോലെ എൻ്റെ യൂട്യൂബ് ചാനലിൽ കാണുന്നവർ, അതിൻ്റെ കമൻറ്റിൽ എത്ര ആൾക്കാർ തെറി വിളിക്കുന്നു. ഞാനത് മൈൻഡ് ചെയ്യാറില്ല, അതിന് മറുപടിയും കൊടുക്കാറില്ല. ഞാൻ പലപ്പോഴും വീഡിയോ ഇട്ടിട്ടുണ്ട്. അത്തരത്തിലുള്ള കമൻസുകൾ ഞാൻ എടുക്കാറില്ല. ഞാനത് ഡെഡിക്കേറ്റ് ചെയ്യുന്നത് ആരാണോ എന്നെ അങ്ങനെ വിളിക്കുന്നത് അവരുടെ മാതാപിതാക്കൾക്കാണ് കൊടുക്കുന്നത് എന്ന് ഞാൻ വീഡിയോയിൽ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതങ്ങനെ തന്നെ ചെന്ന് ചേരുമെന്ന്. എനിക്ക് ആരോടും വൈരാഗ്യമില്ല. ഞാനവിടെ പറഞ്ഞു വെച്ചിട്ടുള്ളതുകൊണ്ട് അവർ തെറി വിളിക്കുമ്പോൾ ഞാൻ ചിന്തിക്കും, അവർ വിളിച്ചത് അവരുടെ മാതാപിതാക്കളെ തന്നെയാണ്, പിന്നെ ഞാൻ എന്തിനാ പേടിക്കുന്നത്? അപ്പോൾ ഞാൻ ആർക്കാണ് കൊടുക്കുന്നത് അവിടെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അത്രേ ഉള്ളൂ. സിമ്പിളായി നമ്മൾ കണ്ടാൽ മതി. അവർ വിളിക്കുന്നത് അവരെ തന്നെയാണ്. അപ്പോൾ അവരോട് ശത്രുത നമുക്ക് വേണ്ട. നാളെ നമ്മളെ കാണുമ്പോൾ ആ ശത്രുത മനോഭാവത്തോടെ ചിലപ്പോൾ പെരുമാറിക്കൊള്ളണമെന്നൊന്നുമില്ല. നമ്മളെ ഇറങ്ങി നടക്കുന്നതാണ്, ഒരുപാട് പേരെ നമ്മൾ കാണുമല്ലോ. അപ്പോൾ കാണുന്നവർ പലതും പറയും, നമ്മളെ അറിയാതെ അവർ പലതും പറയും, പല രീതിയിൽ അവർ പെരുമാറും. സംഗതിയൊക്കെ ശരി തന്നെ. അപ്പോൾ യൂസ്ഫുൾ ഓർ നോട്ട് എന്നൊരു സിസ്റ്റം നമ്മൾ ഫോളോ ചെയ്യുക. നമുക്ക് ആവശ്യമുള്ളത് മാത്രം നമ്മൾ എടുക്കുക, ആവശ്യമില്ലാത്തത് ഉപേക്ഷിക്കുക. ഉപേക്ഷിക്കുക എന്നുള്ളതല്ല, എടുക്കണ്ട. അതുപോലെ നമ്മുടെ ജീവിതത്തിൽ നമ്മളിലുള്ള നമുക്ക് വേണ്ടാത്ത ഒരുപാട് കാര്യങ്ങളുണ്ടാവും. അത് നമ്മൾ ഉപേക്ഷിച്ചേക്കുക. നമുക്ക് ആവശ്യമില്ലാത്തതാണ്. ഇത്രയും കാര്യം മാത്രം ചെയ്താൽ മതി. ലോ ഓഫ് അട്രാക്ഷൻ അടിപൊളിയായിട്ട് നിങ്ങളിൽ വർക്ക് ചെയ്യും. നിങ്ങൾ ആഗ്രഹിക്കുന്നതൊക്കെ നടക്കും. നിങ്ങൾ ഏത് പൊസിഷനിൽ എങ്ങോട്ട് പോകണമെന്ന് വെച്ചാൽ അവിടെയൊക്കെ നിങ്ങൾ എത്തിച്ചേരും. ഇനി പേഴ്സണാലിറ്റി അനാലിസിസ് പോലുള്ള ഒരുപാട് കാര്യങ്ങളും ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങളുമൊക്കെ ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്ത് വരാറുണ്ട്. ഇപ്പോൾ തന്നെ വീഡിയോ വലുതായി. അത്തരത്തിലുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ഈ ചാനലിലൂടെ, ഈ പേജിലൂടെ നിങ്ങൾക്ക് ലഭിക്കും. മറ്റു വീഡിയോകളും ഇതിനകത്ത് വരുന്നുണ്ട്. സംഗതി ശരി തന്നെ. അതൊക്കെ നമ്മുടെ ജോലിയുടെ ഭാഗമായിട്ടും അല്ലാതെയും നമ്മുടെ എൻ്റർടൈൻമെൻ്റ് ആയിട്ടും ഒക്കെ വരുന്നുണ്ട്. പക്ഷെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ളത് നിങ്ങൾ കണ്ടാൽ മതി. അപ്പോൾ അത്തരത്തിൽ തമ്പനയിൽ കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ അത്തരത്തിലുള്ള വീഡിയോകൾ ലഭിക്കുന്നതിന് വേണ്ടി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതുപോലെ ഫേസ്ബുക്കിലാണെങ്കിൽ പേജ് ഒന്ന് ലൈക്ക് ചെയ്ത് വെക്കുക. ഇടയ്ക്കൊക്കെ ഒന്ന് കയറി ഫോളോ ചെയ്യുക. അതുപോലെ ബെല്ലൈക്കണൊക്കെ ഒന്ന് അമർത്തി വെക്കുക. ഇത്തരത്തിലുള്ള വീഡിയോകൾ നിങ്ങൾക്ക് തുടർന്ന് ലഭിക്കും.